ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസ്ന. എൻ്റെ പേര് അജ്മൽ എന്നാണ്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രോപ്പർ പത്തനാപുരം അല്ല, പത്തനാപുരത്ത് നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂര് ചമ്പ്രോട്ടം പാലം പൊന്നാനി ഒക്കെ അറിഞ്ഞായിരിക്കുന്നു. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കപ്പിൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോറിയിൽ Q&A എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഇത് അജിക്ക് പറയും. അജിക്ക ഈ പറഞ്ഞു നിങ്ങൾ പറയ്. അല്ല, ഈ പറഞ്ഞു നിങ്ങൾ പറയ്. ഈ തുടങ്ങിയ. ഓക്കെ ഞാൻ പറയാം. എന്റെ പൊന്നാര മക്കളെ, ഞങ്ങൾ ലവ് മാരേജ് ഒന്നല്ല, പക്ക അറേഞ്ച് മാരേജ് ആണ്. പ്രേമിച്ച് കല്യാണം കഴിക്കാനാണെങ്കിൽ നാട്ടിലെ വേറെ പെണ്ണുങ്ങൾ ഇട്ടായിട്ടല്ലേ. ഓ, എന്ന് വെച്ചിട്ട് മോൻ പ്രേമിക്കായിരുന്നിട്ടൊന്നുമില്ലല്ലോ. അതെ, നമ്മള് വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഞങ്ങളെ പക്ക അറേഞ്ച് മാരേജ് ആണ്. ഞാൻ പഠിച്ചത് അജുക്കേന്റെ വീടിന്റെ ഒരു 10 കിലോമീറ്റർ ഡിഫറൻസിൽ ആണ്. അപ്പോൾ എൻ്റെ ഇപ്പാന്റെ ഫ്രണ്ട് അജുക്കേന്റെ റിലേറ്റീവ്സ് ആയിരുന്നു. അങ്ങനെ ത്രൂ വന്ന പ്രപ്പോസലാണ്. അങ്ങനെ കല്യാണമൊക്കെ സെറ്റായി. മെയിനായിട്ട് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പഠിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമല്ലേ. ഞാനൊക്കെ കല്യാണം പറയുമ്പോൾ ഒക്കെ അവിടെ ഇവിടുന്നാണ് ഇവിടുന്ന് പെണ്ണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കൊല്ലം പത്തനംതിട്ട ബോർഡർ നിന്നാണെന്ന് പറയുമ്പോൾ എല്ലാവരും പ്രേമാണല്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റന്ന് കണ്ടാണല്ലേ. ഇപ്പം അവളെ സൈഡിൽ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ കല്യാണം പറയുമ്പോൾ അവളോട് ആൾക്കാർ പറയണത് ഈ കോളേജിൽ പോയിട്ട് അവിടുന്ന് കണ്ട് ഇഷ്ടമായതാണല്ലേ. ഞാനാണെങ്കിൽ പണ്ടാരത്തിനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പക്ക അറേഞ്ച്ഡ് ആണ്. പ്രപ്പോസൽ എസ് പറയാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രപ്പോസൽ വരുന്ന ടൈമിൽ നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോയി സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഞാനും പോയി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ എന്താ കുറേ പോസ്റ്റ്, എന്തോ വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒക്കെ ഫോട്ടോസ്, പിന്നെ മോഹൻലാൽ വിളിച്ച വോയിസ് ക്ലിപ്പ്, അതൊക്കെ കേട്ടപ്പോൾ ഞാൻ റബ്ബേ എന്തോ വലിയ പുള്ളിയാന്ന് തോന്നണേ. അങ്ങനെയൊക്കെ തോന്നി. കുറേ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എഴുതിയതൊക്കെ സ്റ്റോറീസൊക്കെ എഴുതിയിട്ട് എനിക്കാണെങ്കിൽ തീരെ വായനാശീലം ഇല്ല. അതുകൊണ്ട് കുത്തിരുന്ന് വായിക്കാമെന്ന് ഞാൻ നിന്നില്ല. ഞാനിങ്ങനെ ഹൈലൈറ്റ് ഒക്കെ അങ്ങനെ നോക്കി, പോസ്റ്റൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് തോന്നി വലിയ പുള്ളിയാന്ന് തോന്നണേ. അങ്ങനെ വിചാരിച്ച് പിന്നെ ഓക്കെ പറഞ്ഞേ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്കും ഇവൾക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ പ്രപ്പോസൽ വന്നു. ഓക്കെ, കൊല്ലത്തുനിന്നാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ആളെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. ഫോട്ടോ കണ്ട് ഓക്കെ, ഫോട്ടോ കണ്ട് കുഴപ്പമില്ല, നല്ല ഡ്രസ്സുള്ള കുട്ടി, അവൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ടാണ്. അന്ന് എനിക്ക് ഫസ്ന ഫൈസൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതന്നെ ആളാണ്. DP ഒന്ന് വേറെ എന്തോ ആയിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ എല്ലാ പോസ്റ്റിനും ഇങ്ങനെ ലൈക്ക് അടിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, കാരണം അവളെന്തായാലും ഇങ്ങോട്ട് മെസ്സേജ് അയക്കൂല. അപ്പോൾ ഞാൻ കയറി സലാം പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ തന്നെ ഇത് മാരേജിലേക്ക് എത്തിച്ചത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. കാരണം എൻ്റെ വീട്ടുകാർ അവളെ ഫസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇതേപോലെ ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. അങ്ങനെ ഉപ്പ കാണാൻ പോണ അന്നും ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ കാണാൻ പോണ അന്നും ഇവിടെ എനിക്ക് മെസ്സേജ് ചോദിക്കാം, അജുക്ക ഉപ്പാക്ക് എന്നെ ഇഷ്ടാവൂലേ, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടം. അപ്പോൾ പറഞ്ഞാൽ ഇല്ലടി, അവർക്കൊക്കെ ഇഷ്ടമോ, കുഴപ്പമൊന്നുമില്ല. പ്ലാൻ ചെയ്ത് അങ്ങനെ ഇപ്പോൾ പറഞ്ഞു, ഈ അജ്മലിനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അജ്മലിനെ വീഡിയോ കോൾ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നെ വിളിച്ചു. ഭയങ്കര രസമായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ കോൾ. രണ്ടാളും നിന്ന് ചിരിക്കുക, കാരണം അവർക്കറിയില്ലല്ലോ ഞങ്ങൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മുന്നേ ചാറ്റ് ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിയില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് മീറ്റിനെ കുറിച്ചിട്ടാണ്. അന്ന് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാതെ കാണൂലേ, അതൊക്കെ അങ്ങനെ ഇരുന്നു. കാരണം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നില്ല ഫസ്റ്റ് മീറ്റ്. നമ്മളെ ഒരു പെണ്ണ് കാണാന്നൊക്കെ പറയാം. പ്രപ്പോസൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പാൻ്റെ ഫ്രണ്ട് അജുക്കിൻ്റെ റിലേറ്റീവ്, അവരെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് അജുക്കൊരു ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ കൈയും കാലൊക്കെ വരച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ വന്നു. ആദ്യമൊക്കെ
ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. പിന്നെ ആരുമില്ല, ധൈര്യം തരാൻ. എൻ്റെ ഉപ്പ ഉണ്ട്, എൻ്റെ ഉമ്മ, ഫാമിലി, അങ്ങനെ ആരുമില്ല. പക്ഷെ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ വീട്ടില്, അവരായിട്ടൊക്കെ നല്ല ക്ലോസ് ആണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം, നല്ല ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ്. എന്നാൽ നമ്മുടെ സ്വന്തം ഉമ്മ, കുടുംബക്കാരൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവൂലേ, അങ്ങനെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് കണ്ടു. ആദ്യം നല്ല പേടിയായിരുന്നു, പിന്നെ എന്നെ ഇഷ്ടാവോ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ കണ്ട് സംസാരിച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരിയും കളിയൊക്കെ ആയി. അങ്ങനെ പിന്നെ അങ്ങനെ കണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മീറ്റ് എക്സ്പീരിയൻസ്. ഫസ്റ്റത്തെ മീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അതായത് അവൾ ഉപ്പയെ എന്നെ കണ്ടിട്ടില്ല, അവളെ ഫാമിലിത്തെ ഒരാളും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ ഉപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും കാണണ്ടേ, നിൽക്കുക അതിൻ്റെ അന്ന് അല്ലാതെ അതിൻ്റെ മുന്നിൽ കാണണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളെ ഉപ്പയും കൂടി പ്ലാൻ ചെയ്തിട്ട് എൻ്റെ സെയിം ഫ്ലൈറ്റ് ഇറങ്ങുന്ന അതേ ടൈമിൽ തന്നെ അവളെ ഉപ്പ ഫ്ലൈറ്റ് കോഴിക്കോട്, അവർക്ക് ശരിക്ക് തിരുവനന്തപുരം എയർപോർട്ടാണ് എടുത്ത്. അവളുപ്പ എന്ത് ചെയ്തു, ഞാൻ വരുന്ന ദിവസം തന്നെ അവളുപ്പ ടിക്കറ്റ് എടുത്തു കോഴിക്കോട്ടേക്ക്. അപ്പോൾ അവളെ കാണാൻ പോകണം. അതായത് എൻ്റെ ഉപ്പാടെ മൂത്തപ്പനെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റിങ്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കാണലിന്, ജീവിതത്തിൽ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോവുക. അപ്പോൾ എന്നിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഉപ്പായുടെ ഒരു അനിയുണ്ട്, 2 മക്കളുണ്ട്. എളപ്പന്നിട്ട് ഭയങ്കര ക്ലോസാണ്. ഞാൻ പറഞ്ഞു എളപ്പം നിങ്ങൾ പോകും. മുപ്പരുണ്ടപ്പോൾ നമുക്കൊരു ധൈര്യമാണ്, അത് ഫുള്ള് കൗണ്ടർ അടിച്ചിട്ട് തമാശ പറഞ്ഞിട്ടൊക്കെ. വീട്ടിലേക്ക് പോകുമ്പോഴേ ഞാനിങ്ങനെ എളപ്പനോട് പറയണത്, എളപ്പ പോണോ, നമുക്ക് വണ്ടി കേടന്നെന്ന് പറഞ്ഞാലോ. കാറിന്ന് എളാപ്പ ഇറങ്ങി, ഞാനിങ്ങനെ ഇറങ്ങാൻ മടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എളാപ്പനോട് ഉറക്കൽ. അപ്പോൾ അവളെ ഉപ്പയും അവളെ വീട്ടുകാരെല്ലാം, അവളെ എന്താണ് കുടുംബക്കാരും, എൻ്റെ കുടുംബക്കാരെല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ചെക്കനെ ഇറങ്ങിയിട്ടേ കാറിന്ന്, ഞാൻ ഇറങ്ങണില്ല. അങ്ങനെ എളാപ്പ ഉറക്കണ്ട് വിളിച്ച് പറഞ്ഞു, ഇത് എനിക്ക് പേടിയായിട്ട് പോയി ഇറങ്ങണില്ല. എൻ്റെ സകലമാനും അവിടെ പോയി. എളാപ്പ എന്ന് വിളിച്ചിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവളുപ്പാരം കണ്ട്, അവളുപ്പ എന്നിട്ട് ഭയങ്കര ക്ലോസ് ആട്ടോ. കാരണം ഇപ്പോഴായാലും ഞാൻ എന്തെങ്കിലും സങ്കടം വന്നാലും പ്രശ്നം വന്നാലും ഞാൻ അവളുപ്പാനായിട്ട് സംസാരിക്കും. ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര നമ്മളെ വൈബിനൊത്ത് നമ്മളെ ഒരു ഏജിലുള്ള ആളെന്ന് തോന്നിപ്പോണ തരത്തിലുള്ള ഉപ്പ. ഞാൻ ഉപ്പാനെ കണ്ട പാട് കെട്ടിപ്പിടിച്ചു. അവളെ ഉപ്പാനെ കെട്ടിപ്പിടിച്ച പാടിന് അവളിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, എടാ നിന്റെ നെഞ്ചിടിക്കണത് എനിക്കിവിടെ കേൾക്കാണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഫുള്ള് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ തന്നെ അവളിപ്പോൾ പറഞ്ഞു ഫസ്റ്റിനുള്ളിലുണ്ട്, പോയി കണ്ടോന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടിച്ച്, നമ്മൾ ഓക്കെ മുന്നേ സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ എന്നെ ഇഷ്ടാവോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അവളെ കണ്ടിട്ട് ഞാനൊരു ബൊക്ക ഉണ്ടായിരുന്നു, അത് കൊടുക്കുമ്പോൾ അവളെ കൈ ഇങ്ങനെ വിറക്കണത് ഇങ്ങനെ. അപ്പം ഞാൻ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അവളെ ഓക്കെ ആക്കി കണ്ട്. പിന്നെ ചിരിയും കളിയും തമാശയും സെറ്റായി. ഇത്രയും റിലേറ്റബിൾ കണ്ടന്റ്സ് എവിടെ നിന്നാണ് കിട്ടണത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും വരുന്നത് അജുക്കൻ്റെ സൈഡിൽ നിന്നാണ്. ഞാനങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും ഭയങ്കര ചാലഞ്ചുള്ള ആളൊന്നുമല്ല. പക്ഷെ അജുക്ക ഭയങ്കര എല്ലാ കണ്ടന്റും, ഓൾമോസ്റ്റ് എല്ലതും അജുക്ക തന്നെയാണ് കണ്ടന്റൊക്കെ കണ്ടുപിടിക്കണേ. പിന്നെ കണ്ടന്റ് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അജുക്ക എന്തെങ്കിലും പറഞ്ഞ് തല്ലുണ്ടാക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും എന്നോട് കിട്ടും, പക്ഷെ നമുക്ക് കണ്ടന്റ് ആക്കിയാലോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്, ഇത് രസമുണ്ട്. അങ്ങനെയാണ് നമ്മളെ കുറേ കണ്ടന്റ്സ് ഒക്കെ, റിലേറ്റബിൾ കണ്ടന്റ്സ് ഒക്കെ വരുന്നത്. അങ്ങനെ പിന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല, നമ്മളിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യല്. ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം അവളെ വീട്ടിൽ പോയപ്പോൾ, അവളെ വീട്ടിൽ പോയി വൈകിട്ട് അവിടെ എത്തി. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചു, ചിപ്സ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടം, ചിപ്സ് വേണമെന്ന് പറഞ്ഞു. ഞാനവിടെ ചിപ്സ് കൊടുന്നു. അവരെ ഞാനും അവൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കണേ, ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിപ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു ന്യൂസ് ഓർമ്മ വന്നത്, ഇങ്ങനെ കൊല്ലം സൈഡിൽ ചിപ്സിന് വേണ്ടിയിട്ട് ഒരു അടി നടന്നെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ന്യൂസ് ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തു. ആ ന്യൂസ് ഞാൻ ഇങ്ങനെ കേട്ട് അവളിങ്ങനെ കാണിച്ചു. അപ്പോൾ അവളെ മുഖം അവളിങ്ങനെ തുറിച്ച് നോക്കണ പോലെ അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്താലോ. അങ്ങനെ അപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കണ്ടന്റാണ് അത്. അതിപ്പോൾ ഏകദേശം 2 മില്യൻ്റെ അടുത്തോളം വ്യൂസ് ആയി. അതാണ് ഫസ്റ്റ് വീഡിയോ. അതൊന്ന് വൈറലായപ്പോൾ ഞങ്ങൾ രണ്ടാളും അത് ആസ്വദിച്ച്. കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യാം, എനിക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്, അവൾക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്.
അപ്പോൾ പിന്നെ ഇങ്ങനെ രണ്ടാമതൊരു വീഡിയോ അതേപോലെ ഞങ്ങൾ വയനാട് പോയപ്പോൾ അതും ഏകദേശം 2 മില്യണോ. അപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ മില്യൺസ് വരുന്നുണ്ട്, നല്ല വ്യൂസ് വരുന്നുണ്ട്, എല്ലാവരും നല്ല റെസ്പോൺസ്, ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും എല്ലാവരും സ്റ്റാറ്റസ് വെക്കലും സ്റ്റോറി വെക്കലൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി. ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ലീവ് കഴിഞ്ഞു, എനിക്ക് തിരിച്ചു വരാനായി. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു വീഡിയോ കോൾ തീം ആയാലോ. കാരണം ഒട്ടുമിക്ക ഒരു 50% റിലേഷൻസും ലോങ് ഡിസ്റ്റൻസ് ആണ് നമ്മളെ ഇടയിൽ, ഇപ്പോൾ ഗൾഫിലായാലും അല്ലെങ്കിൽ വേറെ പല രീതിയിലായാലും. അപ്പോൾ അവർക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നിൽ ഒരുപാട് മെനക്കെടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഓൺ വോയിസ് ആകുമ്പോൾ രണ്ടുപേരെയും, അതായത് അവളെ ഡയലോഗ് കഴിഞ്ഞ് എൻ്റെ ഡയലോഗ് വരണം, അല്ലെങ്കിൽ എൻ്റെ ഡയലോഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഡയലോഗ് വരണം. അപ്പോൾ ഇത് രണ്ടും കൂടി മാച്ച് ആയി വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവളെ എനിക്ക് പറഞ്ഞുതരാം, ഇത്ര സെക്കൻഡ് കഴിഞ്ഞാലാണ് നിങ്ങളെ വീഡിയോ ഓണാക്കി, ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പോഷൻ വരുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഭയങ്കര മെനക്കെടാണ് ഇതിൻ്റെ ഇടയിൽ. പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ചോദിച്ചത്, എൻ്റെ ഇൻസ്പിറേഷൻ അവൾ തന്നെയാണ്. കാരണം ഒരു പോയിന്റിൽ ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് ആ ഒറ്റ പോയിന്റില്ല. അവൾ എന്നോട് പറഞ്ഞു കാരണം അജിക്ക, ചിലപ്പോൾ നമ്മൾ ഇതുകൊണ്ട് രക്ഷപ്പെട്ടാലോ, നമ്മൾ ഇതുകൊണ്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നാലോ, നമ്മളിതുകൊണ്ട് രക്ഷപ്പെട്ടാലോ എന്നുള്ളൊരു ചോദ്യം അവൾ പറഞ്ഞു. ആ ഒരു വാക്കിൻ്റെ ഒറ്റ ബലത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ അജിക്ക തന്നെയാണ്. കാരണം ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഫുൾ ടൈമിങ്, ഫുൾ സപ്പോർട്ട്, നിന്നെക്കൊണ്ട് പറ്റും. മറ്റേ ഒരു ഫിലിമിലുണ്ടല്ലോ, നിന്നെക്കൊണ്ട് പറ്റൂടാ, നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടാ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ടില്ല. അപ്പോൾ സാധനമാണ് ഫുള്ള് നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ ഫസ്റ്റീന്നൊക്കെ ഫുള്ള് സപ്പോർട്ടാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ അജിക്ക തന്നെയാണ്. പിന്നെ എനിക്ക് കുറേ കോമൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ തല്ലുണ്ടാക്കുന്നത് എന്തിനാ, നിങ്ങൾ തമ്മിൽ എന്താണ് എന്തൊക്കെ കാര്യത്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണേ, പിന്നെന്താ ഗുഡ് ക്വാളിറ്റീസ് എന്താ, പാർട്ട്ണർ അജിക്കേൻ്റെ ഗുഡ് ക്വാളിറ്റീസ് എന്താ, എൻ്റെ ഗുഡ് ക്വാളിറ്റീസ് എന്താ, ബാഡ് ക്വാളിറ്റീസ് എന്താ, അങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അതൊക്കെ നല്ല ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിക്കണേ. അപ്പം നിങ്ങൾ എൻ്റെ മുഖവും അജിക്കൻ്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട് ബോറടിക്കണ്ട, നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞത് സഹിച്ചിരുന്നവർക്ക് നന്ദി. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തെങ്ങനെ വേർക്കണം, ഈ കാറിൽ AC ഇല്ല, ഞാൻ സൗണ്ടൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ, പുറത്തത്തെ സൗണ്ടൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ റിലേറ്റഡ് കണ്ടൻ്റായിട്ട് ഞങ്ങൾ ഇനിയും വരും. അസ്സലാമു അലൈക്കും. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ബൈ, അസ്സലാമു അലൈക്കും.